വിഴിഞ്ഞം തുറമുഖ ചെലവ് സംബന്ധിച്ച് മുഖ്യമന്ത്രി നിയമസഭയിൽ നൽകിയ മറുപടി വസ്തുതാവിരുദ്ധമെന്ന് വി.എൻ. വാസവൻ. ചെലവിന്റെ 61.5% തുക സർക്കാരാണ് ചെലവഴിച്ചത്. ട്രയൽ റണ്ണിന്റെ സമയത്ത് തന്നെ സർക്കാർ കണക്ക് പരസ്യപ്പെടുത്തിയിരുന്നു. മുഖ്യമന്ത്രി നൽകിയ മറുപടിയിൽ പിശകുണ്ടെന്നും വി.എൻ. വാസവൻ 3764.54 കോടി രൂപ സർക്കാർ ചെലവഴിച്ചത് എന്നാണ് മുഖ്യമന്ത്രി സഭയിൽ നൽകിയ മറുപടി. എന്നാൽ 5500 കോടി രൂപ ചെലവാക്കിയെന്ന് വി.എൻ. വാസവൻ പറഞ്ഞു. എന്താണെന്ന് ഇങ്ങനെ സംഭവിച്ചത് എന്താണെന്ന് അവർ തന്നെയാണ് പരിശോധിക്കേണ്ടത്. ഞങ്ങൾ നേരത്തെ ഇത് പറഞ്ഞിട്ടുള്ളതെല്ലാം അതിൻ്റെ ഫാക്ട് ആൻഡ് ഫിഗർ വെച്ചുകൊണ്ട് അതിൻ്റെ കണക്കുകൾ ഓരോന്നായി ആദ്യം വാർത്താ സമ്മേളനത്തിനും പിന്നീട് ഉദ്ഘാടന സമ്മേളനത്തിനും ട്രയൽ റൺ എടുക്കുമ്പോഴും കൃത്യമായി ഓരോ കണക്കുകളും നിങ്ങളെല്ലാം ചോദിച്ച ചോദ്യത്തിന് തെളിവ് സഹിതം അന്ന് ഹാജരാക്കിക്കൊണ്ടാണ് ഈ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുള്ളത്. അതിനകത്ത് അതാനിക്ക് തർക്കം ഉണ്ടായിരുന്നില്ല, ഞങ്ങൾ വിശദീകരിച്ചതിനകത്തൊന്നും തർക്കം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഓരോ ഫിഗറും അത് തന്നെയാണ്. ഇപ്പോൾ ഇതെങ്ങനെയാണ് വന്നിട്ടുള്ള കാര്യം, എവിടെയാണ് പെശകെന്ന് അവർ പരിശോധിക്കുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. അർജുൻ രാജ് ചേരുന്നു വിശദാംശങ്ങളുമായി. അർജുൻ, എന്താണിപ്പോൾ മുൻ തുറമുഖ വകുപ്പ് മന്ത്രി കൂടിയായ വി.എൻ. വാസവൻ പറയുന്നത്? മുഖ്യമന്ത്രി പറഞ്ഞതിനെ ഖണ്ഡിക്കുന്നത് ഏതു രീതിയിലാണ്? കണക്കുകൾ എങ്ങനെയാണ് അദ്ദേഹം നിരത്തുന്നത്? സ്വാതി, മുഖ്യമന്ത്രി നിയമസഭയിൽ രേഖാമൂലം നൽകിയ മറുപടിയാണ് വിഴിഞ്ഞം തുറമുഖ നിർമ്മാണത്തിന് സംസ്ഥാന സർക്കാർ എത്ര രൂപ ചെലവഴിച്ചു എന്നുള്ളത്. അത് ജൂലൈ 1 തീയതി നൽകിയ മറുപടിയിലാണ്. ഇതുവരെ സംസ്ഥാന സർക്കാർ 3764 കോടി രൂപ 54 ലക്ഷം രൂപയാണ് വിഴിഞ്ഞം തുറമുഖ നിർമ്മാണത്തിനായി ആകെ സംസ്ഥാന സർക്കാർ ചെലവഴിച്ചതെന്നാണ് മുഖ്യമന്ത്രി നൽകിയ മറുപടി. കേന്ദ്ര സർക്കാർ 817 കോടിയും അദാനി 2454 കോടി രൂപയും ഇതുവരെ ചെലവഴിച്ചു എന്നുള്ളതാണ് മുഖ്യമന്ത്രിയുടെ മറുപടി. അതേസമയത്ത് കഴിഞ്ഞ LDF സർക്കാർ അവകാശപ്പെട്ടിരുന്നത് ഏതാണ്ട് 5500 കോടി രൂപയോളം സംസ്ഥാന സർക്കാർ വിഴിഞ്ഞം തുറമുഖ നിർമ്മാണ പദ്ധതിക്കായി തുക ചെലവഴിച്ചു എന്നുള്ളതാണ്. അത് ഈ വിഴിഞ്ഞം തുറമുഖ നിർമ്മാണവും അതിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടൊക്കെ സംസ്ഥാന സർക്കാരും അന്ന് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനും ഒക്കെ ആവർത്തിച്ച് പ്രഖ്യാപിച്ചിരുന്നതാണ്. പക്ഷേ ആ അവകാശവാദത്തെ തള്ളുന്ന നിലയാണ് മുഖ്യമന്ത്രിയുടെ നിയമസഭയിലെ രേഖാമൂലമുള്ള മറുപടി. അതായത് 3764 കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ ചെലവഴിച്ചത് എന്നുള്ളതാണ്. അതിന് കഴിഞ്ഞ സർക്കാർ പറഞ്ഞ കണക്കിനെ കുറയ്ക്കുന്നതാണ് നിയമസഭയിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നൽകിയിട്ടുള്ള മറുപടി. അതിനെ ഖണ്ഡിക്കുന്നതാണ് ഇപ്പോൾ വി.എൻ. വാസവന്റെ പരാമർശം. അതായത് സംസ്ഥാന സർക്കാരാണ് ഈ വിഴിഞ്ഞം തുറമുഖ നിർമ്മാണവുമായി ബന്ധപ്പെട്ട 61.5% തുക ചെലവഴിച്ചിട്ടുള്ളത്. മുഖ്യമന്ത്രി ഇത് സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ള കണക്ക് വസ്തുതാവിരുദ്ധം ആണെന്നാണ് വി.എൻ. വാസവൻ പറഞ്ഞത്. ട്രയൽ റണ്ണിന്റെ സമയത്ത് തന്നെ സർക്കാർ ഈ കണക്ക് പരസ്യപ്പെടുത്തിയിരുന്നു. അതായത് അന്ന് തന്നെ സംസ്ഥാന സർക്കാർ എത്ര രൂപ ചെലവഴിച്ചു എന്നത് സംബന്ധിച്ച് ഈ 5500 കോടി രൂപയുടെ കണക്കാണ് പറഞ്ഞിരുന്നത്. അത് തള്ളുന്ന അല്ലെങ്കിൽ ആ നിലപാടിനെ എതിർക്കുന്ന സമീപനം മുഖ്യമന്ത്രി സ്വീകരിച്ചിരിക്കുന്നു. അത്രയും വലിയൊരു തുക സംസ്ഥാന സർക്കാർ ചെലവഴിച്ചിട്ടില്ല എന്നുള്ളതാണ് UDF സർക്കാരിൻ്റെ വാദം. അതേസമയത്ത് ഈ വിഷയത്തിൽ തോമസ് ഐസക് കൂടി പ്രതികരിച്ചിട്ടുണ്ട്. അദ്ദേഹം പക്ഷേ വി.എൻ. വാസവന്റെ അതേ തരത്തിലുള്ള നിലപാടല്ല പറഞ്ഞിട്ടുള്ളത്. അതിലല്പം വ്യത്യാസമുണ്ട്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ സർക്കാർ ചെലവ് ഇതുവരെ കണക്കാക്കിയിട്ടില്ല, പൂർണ്ണമായും കണക്കാക്കിയിട്ടില്ല എന്ന് തോമസ് ഐസക് പറയുന്നു. പല ബില്ലുകളും വരാനിരിക്കുന്നതേയുള്ളൂ. ആ ബില്ലുകൾ കൂടി വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന 5500 കോടി രൂപ എന്ന നിലയിലേക്ക് എത്തും എന്നുള്ളതാണ് തോമസ് ഐസക്കിന്റെ വാദം. അതേസമയത്ത് മുഖ്യമന്ത്രി പറഞ്ഞ കണക്കിനെ അപ്പാടെ തള്ളുന്നതാണ് വി.എൻ. വാസവന്റെ പരാമർശവും. സ്വാതി. ശരി അർജുൻ, എന്തായാലും കണക്കുകൾ നിരത്തിയാണ് വി.എൻ. വാസവൻ മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ വസ്തുതാവിരുദ്ധം എന്ന് പറയുന്നത്. ആ വിവരങ്ങളാണ് അർജുൻ നൽകിയത്.